അപ്പോൾ ചങ്ങായിമാർ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ നമ്മളെ മുലിക്കെടുക്കാൻ പോകും. 2 വണ്ടിൻ്റെ മുലിക്കെ കഴിഞ്ഞത്. അപ്പോൾ ഞാനും നമ്മളെ പുതിയ ഡ്രൈവറായ നമ്മളെ റസഖ് ബൈക്കിനും കൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് നേരെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെക്കൻ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളെ പുതിയ നിസാനുണ്ട് ഷോറൂമിൽ അടുത്തുണ്ടായിരുന്നു. ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ല, നേരെ വിട്ട് നിസാൻ്റെ ഷോറൂമൊക്കെ ഇട്ട ചങ്ങായിമാർ അവിടെ പോയപ്പോൾ നമ്മളെ വണ്ടി ഉണ്ട് അവിടെ പുറത്ത് നിൽക്കണം. അങ്ങനെ രണ്ടാമത്തെ വണ്ടി നിസാടുത്തിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുണ്ട് ഷോറൂം നിറക്കിയ സാധനം. അവിടുന്ന് വണ്ടിയൊക്കെ എടുത്ത് നേരെ വിട്ടിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോയതിൻ്റെ ശേഷം നമ്മൾ തട്ടി അവിടെ അടുത്തുള്ള ബക്കാലയിൽ പോയിട്ട് നല്ലൊരു കോഫിയാണ് കുടിച്ചിട്ട് ഒരു ദിറംസാണ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചായ വേണ്ടി കോഫി വേണ്ടി നമ്മൾ നെക്കി കൊടുത്ത് കഴിഞ്ഞാൽ അല്ലാണ്ട് എത്തിക്കോളും. എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാവും സംസാരിച്ച് ഇങ്ങനെ ചായ അടിച്ച് പോകാനിടയിലാണ് മാമ വിളിച്ചിട്ട് പറഞ്ഞു ഗ്രാൻഡ് മാളിൽ പോയിട്ട് നമ്മൾ ബ്രെഡ് വാങ്ങി വേണ്ടി അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡ് മാളിൽ പോയിട്ട് 2 ബ്രെഡും അതേപോലെ ചായയും വാങ്ങിയതിൻ്റെ ശേഷം ഇപ്പോൾ അല്ലെങ്കിൽ ചൂടൊക്കെ കാണിച്ചാൽ 47 ഡിഗ്രി കണ്ടിട്ടുണ്ടെങ്കിൽ വല്ലാത്ത സംഭവം ചൂടാണ് ചെങ്ങായിമാർ. ചൂട് മാത്രമേ പുയിക്കല. പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കണ്ട് വെറ്റിക്കൊണ്ടിരിക്കും. കോയമുട്ട പുറത്തേക്ക് ഇട്ടാലാണ്ട് പൊരിഞ്ഞിട്ടിക്കോളും. അമ്മാതിരി ചൂടാണ്. ഈ ചൂടത്തൊക്കെ പണിയെടുക്കണം, പുറത്ത് പണിയെടുക്കണവരൊക്കെ സമ്മതിക്കണം ഇട്ടാൽ. നമ്മളൊക്കെ എ സി ഒന്നും കുറച്ചു നേരം ഓഫ് ചെയ്തിട്ടുമ്പോൾ തന്നെ ആകെ വേർത്ത് കുളിക്കണം. പുറത്ത് പണിയെടുക്കണവരുടെ അവസ്ഥ ഒന്നും പറയണ്ട. ഇടയ്ക്കൊക്കെ നാട്ടിലുള്ളവരൊക്കെ വിളിച്ച് അന്വേഷിക്കുക. ഈ ബക്കാലയിൽ നിൽക്കണവരും കഫ്തീരിയയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് വിളിച്ച് അന്വേഷിക്കുക എന്താ പാട് സുഖമാണെന്ന് ചിന്തിച്ചെങ്കിൽ അവരൊക്കെ ഏകദേശം പുറത്ത് ഉള്ളും ചൂടും പുറം ചൂടും വല്ലാത്തൊരു അവസ്ഥയിലാണ്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ രാത്രി മാമാൻ്റെ ഒരു വിളി അന്ന് സാധനം വാങ്ങാണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അബുദാബിത്തെ ഡ്രൈവറിൻ്റെ ഇട്ട് നമ്മളെ വീട്ടിൽ വന്നിട്ട് അപ്പോൾ മൂപ്പയോളം കൂട്ടി ശേഷം നേരെ വിട്ട് ലുലുക്ക് അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ നേരെ വീട്ടിൽ കൊണ്ടുകൊടുത്തിട്ടാണ്. പിന്നെ രാവിലെ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ മുടി വെട്ടാൻ പോയത്. ഇങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഈ മുടിയൊക്കെ കണ്ട് വെട്ടി സെറ്റപ്പ് ആക്കിയതിൻ്റെ ശേഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫാമിലി ഉണ്ട്. ഇമ്മിയും നമ്മളെ അതേമാതിരി മൂത്തിച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകണം, അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട്. അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ അവസ്ഥകളാണ്. ഇനി നല്ല നല്ല വീഡിയോസുകൾ പുറത്തേക്ക് പോകണം, കാണാൻ ഫാമിലി ആയിട്ട് പോകണം. വീഡിയോസുകളൊക്കെ തകർപ്പും വീഡിയോസുകൾ വരും. ഫോളോ ചെയ്യാത്തതുണ്ടെങ്കിൽ ഫോളോ ചെയ്തോളൂ. തകർപ്പും വീഡിയോ വീണ്ടും വരും. അടുത്ത വീഡിയോ കാത്തുക. ഒക്കെ ബൈ.